ഇപ്പം നിലമ്പൂർ അവസാന ലാപ്പിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ 11 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന രീതിയിലായിരിക്കും അവർ പ്രചരണം നടത്തുക. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഒറ്റയ്ക്ക് വിജയിച്ച് കയറും എന്നുള്ളൊരു പ്രതീതിയാണ് UDF ക്യാമ്പ് പുറത്തുവിടുന്നത്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഒരു വ്യക്തമായ മേധാവിത്വം നേടിയിട്ടുണ്ട് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നയിക്കുന്നത്. എന്താണ് ഒരു അവസാന ചിത്രം എന്താണ് നിലമ്പൂരിൽ? ഇത് 11 മന്ത്രിമാർ ക്യാമ്പ് ചെയ്യുന്നത് ആത്യന്തികമായി സർക്കാരിൻ്റെ ഒരു ഭരണനേട്ടം എന്ന് തെളിയിക്കാനല്ല. ഈ 11 മന്ത്രിമാരും നമ്മളതിൻ്റെ മറ്റൊരു രൂപം കണ്ടത് തൃക്കാക്കര ബൈ ഇലക്ഷനിലാണ്. ഈ മന്ത്രിമാർ വീടുകളിൽ ചെന്ന് പറയുന്നത് വ്യക്തിഗതമായ ഓഫറുകളൊക്കെയാണ്. തൃക്കാക്കരയിൽ അതാ സംഭവിച്ചത്. ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ആവശ്യമുണ്ട്, സർക്കാർ ജീവനക്കാരാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്ത് കുടുംബസംഗമങ്ങളിലും വ്യക്തിപരമായി കുടുംബങ്ങളിൽ ചെന്ന് നിങ്ങളൊരു കോൺഗ്രസ് അനുഭാവി കുടുംബമാണെന്നറിയാം, പക്ഷേ ഇത്തവണ ഞങ്ങൾക്കൊരു വോട്ട് തരണം, അതിന് പകരമായി നിങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും മന്ത്രിമാർ നേരിട്ട് പോയി കുടുംബങ്ങളിൽ കൊടുത്തൊരു സാഹചര്യം തൃക്കാക്കര ബൈ ഇലക്ഷനിലുണ്ടായിരുന്നു. അതിനെയും കൂടി അതിജീവിച്ചാണ് തൃക്കാക്കരയിൽ 4,00,000 വോട്ടിന് ഈ സർക്കാരിനെ പരാജയപ്പെടുത്തിയത്. ഇത് തന്നെയായിരിക്കും നിലമ്പൂർ സംഭവിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗങ്ങളും അവർ അവലംബിക്കും, എല്ലാ സാധ്യതകളും അവർ പരീക്ഷിക്കും. അങ്ങനെ വലിയൊരു എത്തിക്കലായിട്ടൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. സർക്കാരിനെ തീർച്ചയായിട്ടും വിലയിരുത്തും. സർക്കാർ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശാ വർക്കർമാർ നിലമ്പൂരേക്ക് പോവുകയാണ്. 242 രൂപ പ്രതിദിനം കൂലി കിട്ടുന്ന മനുഷ്യർ, ലോകത്തെ ഏറ്റവും കുറഞ്ഞ കൂലിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. UPA സർക്കാർ നടപ്പിലാക്കിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലും അതിൻ്റെ ഇരട്ടി വേതനം കൊടുക്കുന്നൊരു കാലത്താണ് ഈ നിസ്സാര തുകക്ക് അവർ ജോലി ചെയ്യുന്നത്. കർഷക സമരത്തോട് നരേന്ദ്രമോദി ഭരണകൂടം എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് പിണറായി വിജയൻ ഭരണകൂടം ആശാ വർക്കർമാരുടെ സമരത്തോടും കാണിക്കുന്ന നിലപാട്. ഞങ്ങൾക്ക് ഭരിക്കാൻ മാത്രമല്ല സമരം ചെയ്യാനും കൂടിയുള്ള അവകാശം CPM-നെ ഉള്ളൂ എന്നാണ് CPM എല്ലാ ജനകീയ സമരങ്ങളോടും പുലർത്തുന്ന നിലപാട്. അത് ആദിവാസികൾ ഭൂസമരം നടത്തുന്ന സമയത്താണെങ്കിലും ആശാ വർക്കർമാർ സമരം നടത്തുമ്പോഴും എല്ലാം CPM-ൻ്റെ നിലപാടതാ, സമരം ചെയ്യാനുള്ള അവകാശവും ഞങ്ങൾക്കേ ഉള്ളൂ. കേരളത്തിലെ ഒരു ഭരണം കൃത്യമായി വിലയിരുത്തുന്ന ജനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാളും അവിടെ ചെന്ന് അവരോട് പറയേണ്ട കാര്യമില്ല. ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല. നമുക്കറിയാം, മൊത്ത വ്യാപാരികൾക്ക് വലിയ തുകയാണ് ഈ സർക്കാർ ബാധ്യതയെ കൊടുക്കാനുള്ളത്. കാരുണ്യ പദ്ധതിയുടെ ബെനിഫിറ്റ് ആളുകൾക്ക് കിട്ടുന്നില്ല. 1200 കോടി രൂപയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ മേടിച്ച വകയിൽ ഫാർമ കമ്പനികൾക്ക് കൊടുക്കാനുള്ള. കാരുണ്യ പദ്ധതിക്ക് വലിയ തുകയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. ഒരു സ്ഥലത്തും കാരുണ്യ പദ്ധതിയിലെ ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാവുന്നില്ല. എല്ലാ മേഖലയിലും പെൻഷൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, KSRTC-യിൽ ശമ്പളം കൊടുത്താലാണ് വാർത്തയാവുന്നത്. എല്ലാ മേഖലകളെയും തച്ച് തകർത്ത ഒരു ഗവൺമെൻറ്റാണ്. എന്നാൽ അവരുടേതായ ആളുകൾക്ക്, അത് PSC മെമ്പർമാരാവട്ടെ, എന്തിനോ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ മാസം വിട്ടുപോയ P. സരിന് വരെ 80,000 രൂപ ശമ്പളം ഉറപ്പാക്കിയ ഒരു സർക്കാരാണ്. അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുതരം പ്രത്യേക ഗോത്രീയതയാണ് CPM ഇതിൻ്റെ അകത്ത് പുലർത്തുന്നത്, അല്ല അതൊരു ജനകീയതയല്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സുരക്ഷിതരാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരാണ്. അല്ലാത്ത ആളുകളെല്ലാം ഈ ഭരണത്തിൽ നിന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്താണ് എന്നുള്ളതാണ്. അതിനെതിരെ പുതുപ്പള്ളിയിലും പാലക്കാടും തൃക്കാക്കരയിലും ഒക്കെ എന്ത് സംഭവിച്ചു അത് തന്നെ നിലമ്പൂർ സംഭവിക്കും, അതിലൊരു സംശയമില്ല. ഇപ്പോൾ UDF കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിലയിരുത്തുന്നു, അങ്ങനെ പ്രചാരണം നടത്തുന്നു. ഈ നിലമ്പൂരിൽ വ്യക്തമായ മേധാവിത്വം ഉണ്ടെന്നാണ് അവകാശപ്പെട്ടത് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് വരെ. പക്ഷേ അൻവറിൻ്റെ വരവോടുകൂടി അൻവർ UDF-നെ പിന്തുണയ്ക്കുമെന്നുള്ള ആ ഒരു പ്രതീതി മാറി സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരും. ഇത് UDF-ൻ്റെ പ്രതീക്ഷകളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അൻവറാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ ശക്തമായി ഈ ഭരണകൂടത്തെ തുറന്നു കാണിച്ച ഒരു ഭരണകക്ഷി MLA ആണ് അൻവർ. അതുകൊണ്ട് രണ്ടാമത്തൊരു കാര്യം, പിന്നീട് ഇങ്ങോട്ട് വരുന്തോറും അൻവറിൻ്റെ ഒരു കഴിഞ്ഞ ആഴ്ചയിലെ പത്രസമ്മേളനത്തോടു കൂടിയൊക്കെ ആയപ്പോഴേക്കും ആളുകൾ വല്ലാത്ത ഒരു കൗതുകകരമായ അവസ്ഥയിലേക്ക് അൻവർ എത്തി. കേരളത്തിലെ UDF-നെ ആര് നയിക്കണം, അല്ലെങ്കിൽ അടുത്ത ഭരണം വരുമ്പോൾ തനിക്ക് വേണ്ട വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് വരെ പറയുന്ന ഘട്ടത്തിലേക്കൊക്കെ വന്നപ്പോഴേക്കും ഇതൊരു അദ്ദേഹത്തിന് തുടക്കത്തിലൊരു ശക്തമായ ഒരു ഭരണ വിമർശനവുമായി വന്നൊരാൾക്ക് അവസാനം എവിടെയാണ് അദ്ദേഹം എത്തിപ്പെട്ടത് എന്നുള്ളത് വളരെ ഒരു കൗതുകകരമായി മാറിയിരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആര്യാടൻ ഷൗക്കത്ത് ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വോട്ട് ചെയ്യുന്നതിന് ഒത്തിരി കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിലയിരുത്തലിന് വിധേയമാവും. ആ വിലയിരുത്തലിന് വിധേയമാവുമ്പോൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗതമായ മികവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ വളരെ കൃത്യമായി ഞാൻ പറയും, ഇപ്പോൾ DC ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ച നിലമ്പൂർ ഒരു പരീക്ഷണ കഥ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. മലയാളത്തിലെ വളരെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ എക്കണോമിക് ടൈംസിലുണ്ടായിരുന്ന ജോയസ് കറിയ സാറും ജേക്കബ് ജോർജും ആണ് ആ പുസ്തകം എഴുതിയതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ എങ്ങനെയാണ് 2005 മുതൽ 2015 വരെ നിലമ്പൂർ പഞ്ചായത്തും പിന്നീട് മുനിസിപ്പാലിറ്റിയായി മാറിയ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ആദ്യ ചെയർമാനുമായിരുന്ന ആര്യാടൻ ഷൗക്കത്ത്, അപ്പോൾ 2005 മുതൽ 2015 വരെ ആര്യാടൻ ഷൗക്കത്താണ് നയിക്കുന്നത്. അദ്ദേഹം നടത്തിയ പദ്ധതികൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠന പുസ്തകം വരെയായ പദ്ധതികളുണ്ട്. മൈസൂർ കല്യാണങ്ങൾ അവിടെ അവസാനിപ്പിച്ച ഒരാൾ, സ്ത്രീധനരഹിതമാക്കിയ ഒരു നാടിനെ മാറ്റിയ ഒരാൾ, 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും 4ാം ക്ലാസ് തുല്യതയിലേക്ക് എത്തിച്ച ഒരാൾ, വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജുകൾ സ്ഥാപിച്ച് അവിടുത്തെ സ്ത്രീകളെ സർക്കാർ ജോലിയിലേക്കും സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്കും നയിച്ച ഒരാൾ, കേവലം 100 കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടായിരുന്നത് 2000-3000 കുടുംബശ്രീ യൂണിറ്റുകളായി മാറ്റിയെടുത്ത ഒരാൾ, ആദിവാസി ഊരുകളിൽ ഒപ്പത്തിനൊപ്പം പദ്ധതി നടപ്പാക്കിയ ആദിവാസി കുട്ടികളെ SSLCയും +2വും പാസ്സാവുന്ന തരത്തിലേക്ക് അവർക്ക് പ്രഭാത ഭക്ഷണം, അവർക്ക് യൂണിഫോം, അവർക്ക് ബാഗ്, അവർക്ക് ഫെസിലിറ്റേറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഊരുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ബിൽഡ് ചെയ്ത ഒരാൾ, അവിടെ ആദിവാസി ദേശീയ മഹോത്സവം നടത്തിയ ഒരാൾ, പാട്ടുത്സവങ്ങൾ നിരന്തരമായി നടത്തുന്ന ഒരാൾ. അപ്പോൾ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നിലമ്പൂർ 10 വർഷം നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പരാമർശിച്ച പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു യുനെസ്കോയുടെ കേരള ഡയറക്ടറായിരുന്ന അരുണാരത്നം വരെ ഡയറക്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രൊജക്റ്റുകൾക്ക്. അദ്ദേഹം നടത്തിയ ബാല പാർലമെൻറ്റുകൾ, അങ്ങനെ നമുക്കൊരു ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് കേന്ദ്ര ഗ്രാമവികസനകാര്യ മന്ത്രിയായിരുന്ന മണിശങ്കർ അയ്യർ നിരന്തരമായി കേന്ദ്ര ക്യാബിനറ്റിൽ നിലമ്പൂർ പഞ്ചായത്തിനെയും പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരമായി പറയുമായിരുന്നു എന്ന് ശ്രീ AK ആൻ്റണി തന്നെ, അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1000 വീട് പദ്ധതി, പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് വീട് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടിയപ്പോഴാണ് സ്ത്രീധനരഹിതം, പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ്, ഒപ്പം വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് 1 വർഷം കൊണ്ട് 1000 വീട് പദ്ധതിയിൽ 865 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക. ഇങ്ങനെ വളരെ ആത്മാഭിമാനത്തോടെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പലപ്പോഴും ഈ CPM ഒക്കെ നടത്തുന്ന ഒരു PR പ്രൊപ്പഗാൻഡ കോൺഗ്രസ് പാർട്ടിക്ക് അത്രയധികം വശമില്ലാത്തത് കൊണ്ട് മാത്രം ഇത് ആഘോഷിക്കപ്പെടാതെ പോയ ഒരാളാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ PV അൻവർ പിണറായി വിരുദ്ധതയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, UDF സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്തി വോട്ട് മേടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പിണറായി വിരുദ്ധതയും സർക്കാർ വിരുദ്ധതയും യോജിക്കുമ്പോൾ ആ വോട്ട് ഭിന്നിച്ചു പോവുകയല്ലേ ചെയ്യുക. അൻവറും അതിൻ്റെ ഒരു വീതം പറ്റും, UDF പ്രതീക്ഷിക്കുന്ന വോട്ടിലും ഭിന്നിപ്പുണ്ടാകും. ഇത് എത്രമാത്രം ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്? വോട്ടർമാരെ നമ്മൾ ഒരു കാലഘട്ടത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ വോട്ടർമാരായ മനുഷ്യരോട്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന ആളുകളോട്, അവർ അധ്യാപകരാവാം, സാധാരണ തൊഴിലാളികളാവാം, ഏത് സെക്ടറിലാവട്ടെ, വിദ്യാർത്ഥികളാവാം, ചെറുപ്പക്കാരാവാം, നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളേക്കാൾ രാഷ്ട്രീയ ബോധവും നിരന്തരമായി രാഷ്ട്രീയം പറയുന്നവരെക്കാൾ കൂടുതൽ മറവികളില്ലാത്തതുമായ ആളുകൾ സാധാരണ വോട്ടർമാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിരുദ്ധതയ്ക്ക് ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ആ വോട്ട് എവിടെയാണ് ചെന്നെത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയാം. അവർ വളരെ കളക്റ്റീവായി ഈ സർക്കാരിനെ എതിർക്കുന്ന UDF മുന്നണിയുണ്ട്, കോൺഗ്രസും ലീഗും എല്ലാം ഉൾപ്പെടുന്ന ഒരു UDF മുന്നണിയുണ്ട്. ആ മുന്നണിയാണ് പിണറായി ഭരണം അവസാനിപ്പിക്കേണ്ട മുന്നണി. അങ്ങോട്ടേക്ക് പോകുന്ന വോട്ടുകളെ ഫലപ്രാപ്തിയിലെത്തും, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ അതിനെ കഴിയും. മറിച്ച് അൻവർ എന്ന് പറഞ്ഞാൽ നാളെ എന്ത് പറയും എന്ന് അൻവറിന് പോലും ഉറപ്പില്ലാത്ത ഒരാളാണ് അൻവർ. അങ്ങനെ ഒരാളെ, അതുമാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് 2 തവണയും അൻവർ അവിടെ വിജയിച്ച് കയറിയത്. കഴിഞ്ഞ തവണ വളരെ നിസ്സാരമായ 2000 വോട്ടിനാണ്.
അപ്പോൾ അത് അൻവർ വിശ്വസിക്കാൻ അവർക്ക് ഒരു നിലമ്പൂരിൻ്റെ വികസനത്തിന് പോലും പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾ, അങ്ങനെ ഒരാൾ ഒരു കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൽ ആ നാട്ടിലെ ഒരു ജനതയുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഒരു തരത്തിലും അൻവറിന് കൊടുക്കുന്ന ഒരു വോട്ട് ഫലപ്രാപ്തിയിലെത്തില്ല എന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ടാവും. വോട്ടർമാരെ ഒരു തരത്തിലും ആ കാര്യത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.